നിലച്ചതോടെ അയൽ സംസ്ഥാനത്തേക്ക് മടങ്ങാനാവാതെ ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ കൊറോണ തുടങ്ങിയ പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടോയില്ല, ആരും അങ്ങനെ പുറത്തിറങ്ങണില്ല. വണ്ടികളിൽ ആരും സഞ്ചരിക്കണില്ല. ആൾക്കാർക്ക് ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിനെപ്പറ്റി ആൾക്കാർക്ക് അത്ര ഒരു ഉത്കണ്ഠതയൊന്നുമില്ല. ശ്രദ്ധിക്കല്ല, ഇവിടെ തന്നെ കുറേ ആൾക്കാർ മാസ്കും വയ്യാതെ അലഞ്ഞ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ് അധികം. കാലാവസ്ഥാ വ്യതിയാനത്തിൽ കർഷകർക്ക് ജൂണിൽ പെയ്ത മഴയുടെ അളവ് കുറഞ്ഞതും വളങ്ങളുടെ വിലയിൽ ഏർപ്പെടുത്തിയ സെസ്സും മോനെ കടയിൽ പോയി 4 മുട്ട മേടിച്ചോണ്ടാ. അല്ലെങ്കിൽ ഞാൻ മണിക്കോഴി എന്നും മുട്ടയിടണ്ട. ഇന്ന് എന്ത് പറ്റിയാവോ? ഇവിടെ 3-4 വീടുകളുണ്ട് സാറേ. പ്രളയത്തിലാകെ മുങ്ങിപ്പോയി. ഭയങ്കര സാധ്യത സാർ. വ്യാപനം ഈ ഭാഗത്തേക്ക് ഉണ്ടായിട്ടുണ്ടോ? അത്ര പ്രശ്നമില്ല സാറേ. ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ ഇവിടെ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാണ്ടാവില്ല. അമ്മ ഇത് നോക്കിയേ, പൊതിച്ചോറിലെ നന്മ. പൊതിച്ചോറിലെ 100 രൂപ കൊടുത്തേക്കുന്നു. അതാ അങ്ങനെ പറഞ്ഞേ? ഞാനടർത്തൊക്കെ ആശ്വസിച്ചത് ഈ മഴക്കാലത്ത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു, ചായക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ച് ഞാൻ വെച്ചതാ. അമ്മ പൊളി. എല്ലാം മാതാവിന്റെ കൃപ. വാങ്ങിച്ചോളൂ.
അതേത് പുതി? എന്നാ സാറേ ഒന്ന് നോക്കാം നമുക്ക്. സാറേ ദേ ഈ കവറിൽ നിന്ന് എനിക്ക് പൈസ കിട്ടിയത് വയറ്റിൽ പൊതിഞ്ഞ് വെച്ചേക്കായിരുന്നു. ദേ ഇവിടെ നിന്നാണ് കിട്ടിയത്. പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. ഇന്നാ കിട്ടിയത് എനിക്ക്. സാറേ അത് നോക്കി സാറേ, ഞാനൊരു ഫോട്ടോ എടുത്തു സാറേ. ആ ആടാ. ആ ഓ ശരി ശരി, താങ്ക് യു മാൻ. അമ്മ അമ്മ നിങ്ങളുടെ വലിയ മനസ്സിന് നന്ദി. ഈ സമയത്ത് നിങ്ങൾ നൽകിയ 100 രൂപയുടെ മൂല്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ അഭിമാനവുമുണ്ട്. സാർമാരെ, ഇങ്ങനെയൊന്നും ഫേസ്ബുക്കിൽ വരുമെന്ന് കരുതിയല്ല ഞാൻ ഇതൊന്നും ചെയ്തത്. എൻ്റെ മോനാണ് എൻ്റെ ഫോണിൽ ഇത് കാണിച്ചു തന്നത്. പിന്നെ ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ ചെന്നെത്തിയെന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിലേറെ നിങ്ങൾ എന്നെ വന്ന് അഭിനന്ദിച്ചതിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിലും ഞാൻ അതിയായി സന്തോഷിക്കുന്നു, അഭിമാനം കൊള്ളുന്നു.